തീറ്റ പിശാശ്. സ്നാക്സ് ആയിരിക്കും, ചിക്കനും ജിലേബിയും. പരീക്ഷ തീരും വരെ സാർ അകത്ത് കാണാം. എടാ, ഒറ്റ പൈപ്പിലും വെള്ളമില്ല. പകുതി തിന്നാ നിനക്ക് കൊള്ളാം. ആ പൊന്നോ. അന്തസ്സുണ്ടോടാ നിനക്ക്? എടാ, എന്നോട് ചോദിക്കാതെ എൻ്റെ പൊറോട്ട എടുക്കുമ്പോൾ നീ എനിക്ക് മൈദ വില അല്ലോടെ തരുന്നേ. മൈദ വില. ചേട്ടാ, നമ്മൾ തമ്മിൽ സ്വാതന്ത്ര്യം വെച്ച് ഒരു ആരാധനയുടെ പുറത്ത് നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ ആരാധിക്കാൻ. കളിപ്പിള്ളയാന്ന് നിന്റെയൊക്കെ വിചാരം? ബിരിയാണി മോന് മേലെടുത്ത് പോരുത്. അവൻ്റെ ആരാധന ചോദിക്കാതെ പൊറോട്ട എടുത്തിട്ട് അവൻ്റെ ആരാധന പോരും. നിന്റെ ആരാധന വേണ്ട എനിക്ക്. ബ്ലഡി റാസ്കൽ. 11 മണിക്ക് എടുത്താലേ കുഴപ്പമുള്ളൂ, 9 മണിക്ക് എടുത്താലും കുഴപ്പമാണ്. Who was found in 1948? Who was found in 1948? ഹൂവാ? ദേ നോക്കടാ, ഹൂ. എടാ, അത് ഹൂ അല്ല, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. മറ്റേ ജിമ്മിന്റെ ഒക്കെ ഹെൽത്തിന്റെ ഒക്കെ സംഭവം. ചുമ്മാ ഇരിയടേ. ഹെൽത്ത് അല്ലേടാ, അത് ബയോളജിയിലല്ലേ വരാനുള്ള, ഹിസ്റ്ററിയിൽ എങ്ങനെ? ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചാ? ഫ്രഞ്ച് റെവല്യൂഷനാ? ഫ്രഞ്ച് കിസ്സായിരുന്നു നീ നോക്കാൻ. നീ എന്തായാലും പളിയാ. ഹിസ്റ്ററി അല്ലളിയാ, വല്ല പോച്ച അടിച്ച് വെക്കാം, പാസ്സാവും. ഡേ, നിനക്ക് സെക്കൻഡ് വേൾഡ് വാറൊക്കെ അറിയാവോ? ഇല്ലളിയാ, ഒരു തേങ്ങ അറിഞ്ഞൂടാ. അതൊക്കെ അറിയണമെങ്കിൽ അങ്ങേര് വരണം. ആര്? സാബു ചേട്ടൻ. സാബു ചേട്ടനാ? പ്ലസ് 5 ആവേണ്ട മനുഷ്യനാണ്. തോറ്റ് പ്ലസ് 2-ലായി. അയ്യേ, സാബു ചേട്ടൻ, സാബു ചേട്ടൻ. ഹലോ സാബു ചേട്ടൻ, ഹലോ പറഞ്ഞു. എന്തോ ഇഷ്ടമാണ് പിള്ളേർക്ക് എന്നെ. തീരാറായി. ഇല്ലളി, എന്നെയുണ്ട്. അതല്ല നീ അറിയാലോ. ഇല്ല, ഒരു ജോത്സ്യനെ കൊണ്ട് കബഡി കളിച്ചു നോക്ക്. ആ ചാക്കോ വന്നില്ലേ? ഒന്നാ കാണൂലേ? ശരിയില്ല. ആ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു അണ്ണാ. ഇന്നത്തെ ദിവസം പോയി കിട്ടി. നിങ്ങൾ പല്ല് തേക്കൂ? തേക്കുമെങ്കിൽ ആ, എന്നാ ഇനി തേക്കുമ്പോ ഇത്തിപ്പോലെ ഇച്ചിക്കാടും കൂടെ ഞെക്കി പിഴിഞ്ഞ് അമ്മയ്ക്ക് തേച്ചു നോക്കാത്തുണ്ട്. നിങ്ങളുടെ ഈ അസുഖം ചിലപ്പോ കുറയും. പടാ. അയ്യോ ചെല്ല പോലെ നിക്കി. എന്തൊരു പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഓ, അങ്ങനെ അങ്ങ് പോണടേ. എന്തിനിങ്ങനെ ആർക്കും ഒരു ഉപകാരമില്ലാതെ ജീവിച്ചു പോണ്? പോയി ചത്തൂടെ? അല്ല, കൊറേ നാളായി അവൻ തുടങ്ങിയിട്ട്. നീ എവിടെയായിരുന്നു? ചേട്ടന്റെ പെണ്ണ് കാണില്ലായിരുന്നു. പെണ്ണ് എമ്മയാണ്. അമ്മേ? അമ്മയാ? അമ്മയല്ലടാ, എമ്മേ. ഈ ചാക്കോ എന്നാലും എവിടെ പോയി? അവ അവിടെ ഡെസ്പ് അടിച്ചിരിക്കുന്നു. ആ, എന്ത് പറ്റി? എന്തിനാണെന്ന്? എന്നാ വാ, വേണമെങ്കിൽ പൊതിയും കിടതാപ്പൊക്കെ എടുത്തോ. തിന്നാനാണ് സ്കൂളിൽ വരണത്. ശാപം. ബുക്കും ബാഗൊന്നും എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും കത്തിച്ചളയുള്ളതല്ലേ. ദോ നിൽക്കുന്നു, പോയി സാറ്റടിക്കാം. വാ. ഇവന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ഡേ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്ത് പറ്റിയാടേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ വാ. അല്ല, ഉണ്ട് ഒരു കാര്യം. എന്താണ്? വലിയ ഷോയാടേ. എനിക്ക് പരീക്ഷ എഴുതണ്ട. അതെന്താ നിനക്ക് എഴുതിയാല്? നീ ധൈര്യമായിട്ട് എഴുതളിയാ, പാസ്സാവും. എന്ന് വെച്ചാ ബിറ്റ്സ് അല്ല എന്റെ ഉണ്ടെന്ന്. എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. പരീക്ഷ എഴുതിയാൽ ഞാൻ പുല്ലുപോലെ പാസ്സാവും. അപ്പൊ പാസ്സാവുന്നതാണ് പ്രശ്നം. ഉണ്ടായിരിക്കടാ. പാസ്സാവുന്നതാണോ അളിയാ പ്രശ്നം? അതെ, അതാണ് എന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിലുള്ള എൻ്റെ അമ്മാവനെ പറ്റി. അങ്ങനെ ഇന്നലെയും കൂടെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. അന്തയോട് പറഞ്ഞു +2 കഴിഞ്ഞ് എന്നെ നേരെ അങ്ങ് ദുബായിലേക്ക് കയറ്റിട്ട് അവിടെ എനിക്കൊരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. കാലിഫോർണിയയിലേക്ക് ചരക്കും കയറ്റി കൊണ്ടുപോകുന്ന ഉരുവിലായിരിക്കും. നീ അത് ഇറക്ക്. നിനക്കൊക്കെ തമാശ. എന്റെ നെഞ്ചിൽ തീയാണ്. അത് നല്ലതല്ലേ? എന്തോന്ന് തീയാ? അതല്ല, നിനക്ക് ഇപ്പൊ ഗൾഫിൽ പോയാൽ കുറച്ചു കാലം കാശുണ്ടാക്കി തിരിച്ചു വന്ന് നേരത്തെ സെറ്റിൽ ആയിക്കൂടെ? അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവത്തെ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്ലാനെ പറ്റി. +2 കഴിഞ്ഞൊരു ഡയറക്ഷൻ കോഴ്സ് നടക്കും. എന്നിട്ട് പ്രശസ്തനായ ഒരു സംവിധായകനാണ്. അല്ലാക്കിന്റെ അവനും കഞ്ഞി. കലക്കൻ ഐഡിയ. എന്നാ പിന്നെ സ്ട്രോങ് ആയിട്ട് നിനക്ക് എന്റെ അച്ഛനോട് പറഞ്ഞൂടെ? പറയാൻ നിർത്തോളം ഞാൻ പറഞ്ഞടേ. എല്ലാം കേട്ടോണ്ട് നിന്നിട്ട് അവസാനം അങ്ങേര് പറയുക അറബി പഠിക്കാൻ. നല്ല പഷ്ട് തന്ത. അയ്യേ, എടാ, പിള്ളേരായ കുറച്ചൊക്കെ ധൈര്യം വേണം. കട്ടക്ക് നിൽക്കണം. ഇന്നാളും കൂടെ എന്റെ വീട്ടിൽ എന്തോ ഒരു കാര്യത്തിന് ഒരു പ്രശ്നം നടന്നു. ഞാനും വിട്ടുകൊടുത്തില്ല. പിന്നെ തർക്കമായി ബഹളമായി ആകെ ജഗ പോക. അവസാനം അച്ഛൻ എന്നോട് പറഞ്ഞു, മേലെ വീട്ടിന്റെ പടി ചവിട്ടണം. അതും കൂടെ കേട്ടപ്പോ എന്റെ കൺട്രോൾ പോയി. എന്നിട്ട് എനിക്കും വാശിയായി. 2 ആഴ്ചത്തേക്ക് ഞാൻ വീട്ടിന്റെ പടി ചവിട്ടിയില്ല. എടാ ഭയങ്കര. പിന്നെ 2 ആഴ്ച നീ എവിടെയായിരുന്നു? വീട്ടിനകത്ത്. വീട്ടിനകത്തുനിന്ന് മനസ്സിലായില്ലേ? വേണമെങ്കിൽ പറഞ്ഞ് ഞാൻ ക്ലിയർ ആക്കി. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരുപാട് കഥ എനിക്കറിയാം. അതാണ്. ഞാനിപ്പോ എന്ത് കളിയാ? ഇന്ന് ഒരു ദിവസത്തെ പരീക്ഷയും കൂടെ ബാക്കിയില്ലേ? അപ്പൊ വഴിയുണ്ട്. എന്ത് വഴി?
ഐഡിയ കുറച്ച് തറയാണ് എന്നാലും. എന്റെ ഐഡിയ അല്ലേ, നമുക്ക് ആ ഊഹിക്കാം. എന്നാ പിന്നെ ഇയാള് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കും. ഏയ്, ഞാൻ നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞല്ല. ശരി, സാവ് പിണങ്ങുന്നില്ല. ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാലേ പാടുള്ളൂ. ഇന്നത്തെ പരീക്ഷയ്ക്ക് നീ തോക്കുന്നു. ആണോ? ആ എന്നിട്ട് എന്നിട്ടാ എടാ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അയാൾ നിന്നെ ഗൾഫിൽ കൊണ്ടുപോകില്ലോ. ഒന്നുകൂടെ +2 എഴുതണമായിരിക്കും. ഒരു വർഷം പോകും. അത് സാരമില്ല. ആ സമയം കൊണ്ട് നിനക്ക് വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ലെന്ന് മാത്രമല്ല, ഇതോടെ പല കുഴപ്പങ്ങളും സോൾവ് ചെയ്യാനും പറ്റും. ഏത്? അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് നീ തോക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി തോക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട. ഓവറാക്കണ്ട, ഞാൻ തോറ്റോളാം. ചളവാക്കണം. ബാ കേറാം. ബെല്ലടിച്ചിട്ട് കുറെ നേരമായി. IG വരെ കോപ്പി അടിച്ച് ജയിക്കുന്ന കാലമാണ്. ഞാൻ എന്തായാലും ജയിക്കും. ഇവന്റെ കാര്യം കഷ്ടം തന്നെ ചാക്കോ. എവിടെ ഭൂതം പിടിച്ച ഈരിക്കണൊക്കെ പൊട്ടന്മാരാടാ. എന്താ ലേറ്റേ? കാറേ സാറ് ലേറ്റ് ആയി പോയി. ഇതുപോലുള്ള സില്ലി റീസൺസ് കേട്ട് വിശ്വസിക്കാനുള്ള പൊട്ടനല്ലേ ഞാൻ. സാറേ അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് ലേറ്റ് ആയി പോയോണ്ട് സമയത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഈ താമസം ഇറങ്ങിയപ്പോ ആകെ അങ്ങ് വൈകിപ്പോയി. ഇതൊന്നും ആദ്യമേ പറഞ്ഞാ പോലെ. ചെന്ന് പരീക്ഷ എഴുതും മക്കളെ. ചെല്ല് മക്കളെ, ചെല്ല്. അങ്ങോട്ട് വന്നിരുന്നേ. അഞ്ചാമത് ബൊമ്മ പോലെ ആടി ആടി ഇരിക്കുകയാണ്. സർക്കാരിന്റെ ടേബിളാണ്. പൊട്ടി വീണ ആര് സമാധാനം പറയും? ലേറ്റ് ആയി പോയി. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ട്യൂണിനെന്തോ കുഴപ്പമുണ്ടല്ലോ. പേപ്പർ കറക്ഷൻ ആയിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു. ഇത് മൊത്തം എത്ര മാസം കൊണ്ട് കറക്റ്റ് തീർക്കാനാണ് പ്ലാൻ? മാസം ഇതുകൂടെ 2 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്ത് തീർക്കേണ്ട സാധനമാണ്. ഇത് മൊത്തം സാർ ഒറ്റയ്ക്ക് ഇരുന്ന് 2 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യും. നടക്കും. ഹലോ, ഇങ്ങോട്ട് നോക്കിയേ. ഇതെനിക്ക് ഒറ്റയ്ക്ക് ആളല്ല. ഒറ്റയ്ക്ക് എനിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ട്. കുറച്ച് ഇതേ എൻ്റെ ഉള്ളൂ. ആയിരിക്കണൊക്കെ തൻ്റെ. യോ ഇന്നെനിക്ക് പറ്റൂല. അപ്പൊ നാളെയോ? നാളെ തീരെ പറ്റില്ല. നാളെ എനിക്കൊരു മരണമുണ്ട്. മരണോ? അല്ല അടിയന്തരം. അല്ല കല്യാണം. അതാണ്. അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനൊന്നും വേണ്ട. സാറ് കറക്റ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ലെന്നേ. ആണോ? എന്നാലേ എനിക്ക് കുഴപ്പമുണ്ട്. താൻ മര്യാദയ്ക്ക് പുള്ളിയൊക്കെ എടുത്തിട്ട് പോ. സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാണോന്ന്? ആ സീരിയസ് ആയിട്ടാണ്. ഓഹോ എങ്കിൽ ഓക്കെ. ഇവന്മാർക്ക് ഇത്ര എഴുതിയാ ബോറടിക്കില്ല. ആ സാറേ, ആ സാബുവിന്റെ പേപ്പർ കിട്ടിയാ തരണേ. ആ ഭഗത് സിംഗ്സ് മദർ സെഡ് ദാറ്റ് ഹി ഈസ് മിസ്സിംഗ് ആൻഡ് ഗാന്ധി ഈസ് ഓൾസോ ഇൻവോൾവ്ഡ് ഇൻ ദ കേസ്. പോലീസ് കംപ്ലൈന്റ്. ഇവന്മാർ എന്തോന്നൊക്കെ എഴുതി വെച്ചേക്കണം. ഈ ഷാജഹാൻ പണിഞ്ഞത് മുംതാസിനെ. മുംതാസിന് വേണ്ടി താജ്മഹൽ. അത് തന്നെ. അതിങ്ങനെ പറയാൻ വേണ്ടി വന്നപ്പോഴാണ് സാർ അതിന്റെ ഇടയിൽ കൂടെ കയറി ഇങ്ങനെ പറഞ്ഞിട്ട്. ഓ വലിയ ബുദ്ധിമുട്ടാണല്ലോ. എന്ത് താജ്മഹാളോ? അല്ലടോ, ഇവനുണ്ടല്ലോ ഈ ജോസ് തോമസ്. ഇവൻ മിക്കാറും ഡോക്ടറാകും കേട്ടോ. അതെ സാറേ. കയ്യക്ഷരം കണ്ടില്ലേ? ഒരു വക വായിക്കാൻ പറ്റില്ല. ഇതിന് ഞാൻ എങ്ങനെ മാർക്കിടും? പിന്നെ വായിച്ചു നോക്കിട്ട് മാർക്കുള്ള ഒരാള് സാറ് ചുമ്മാ ഇട്ട് തള്ളു സാറേ. നമ്മുടെ മന്ത്രിയുടെ പുതിയ പോളിസി അറിയാലോ. ഒരു കുഞ്ഞു പോലും തോക്കുന്ന ആ പാവത്തിന് ഇഷ്ടമല്ല. ഓ എന്റെ റബ്ബേ. മകരമാസക്കുള്ളിൽ അവളുടെ വിരിഞ്ഞാണ് വിടർന്നാണ്. ഏതായാലും മാറും ചൂടിൽ. ഇതാ സാറേ, എന്താ അത്? ഉള്ള കരിക്കെല്ലാം വിറ്റുകൊണ്ടുവന്ന കാശാണ്. ആ ട്രാവൽസിലെ ജോലി. നിന്റെ കരിക്കെല്ലാം വിൽക്കാൻ ഞാൻ പറഞ്ഞു. സാർ നല്ല പറഞ്ഞില്ലേ എന്റെ കരിക്കെല്ലാം വിറ്റുകൊണ്ടുവന്ന ആ ട്രാവൽസിലെ ജോലി ശരിയാക്കി തരാന്ന്. എടാ കിഴങ്ങ, നിന്റെ കരിക്കെല്ലാം വിറ്റ് കൊണ്ടുവരാനല്ല പറഞ്ഞു. പിന്നെ കരിക്കുലം വിറ്റ് നിന്റെ ബയോഡേറ്റ അത് കൊണ്ടുപോവാ. അത് അങ്ങനെ മലയാളത്തിൽ പറയണ്ട സാറേ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്കെങ്ങനെ മനസ്സിലാവാനാണ്? ഈ പൊട്ടന് ഞാൻ എങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുക്കാം? 85, 96, 120. 120 ഔട്ട് ഓഫ് 100. തെറ്റിച്ച് സമാധാനമായല്ലോ. എന്തു പറ്റി സാറേ? എത്ര കൂട്ടിയിട്ട് ടോട്ടൽ 100 പുറത്ത് പോകുന്നേ. വല്ല വിധേനെ കൂട്ടി വന്ന അപ്പോഴേ ഈ മൈനസ് മോൻ. ഏതാ സാറിന്റെ വിഷയം? കണക്ക് കണക്കായി. ഞാൻ പറ്റുകാശ് പറഞ്ഞാണ് ഈ ചായം കൂടെ ചേർത്ത് 120 രൂപ സാർ എനിക്ക് തരാനുള്ളത്. അല്ലാതെ സാറിന് കണക്കൂട്ടറിയാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാ പിന്നെ ഞാൻ മാറിത്തരാം. നീ ഇവിടെ നിന്ന് കൂട്ട്. ആ ഒരു കാര്യം ചെയ്യും സാർ, ഇതുകൊണ്ട് ആ ക്യാൻറ്റീനിൽ കൊടുത്തിട്ട് കഴിവേ, ഞാൻ ഇവിടെ നിന്ന് കൂട്ടാം. അല്ല പിന്നെ മനുഷ്യനെ മനക്കെടുത്താനായിട്ട്. സാറേ ദേ അശോകന്റെ ഭരണം ചോദിച്ചപ്പോൾ മരണം എഴുതി വെച്ചിട്ടുണ്ട്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഈ മരണം കറക്റ്റാണോ എഴുതിയിരിക്കുന്നത്? മരണം യുദ്ധത്തിന് പോയപ്പോൾ കുതിരപ്പുറത്ത് വീണ് മരിച്ചു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഉള്ളതാണോ സാറേ? അവസാനം മാർക്കറ്റ് കൊടുത്ത് നമുക്ക് പണിയാവൂ? അത് എനിക്കും വലിയ പിടിയില്ല കേട്ടോ. പിന്നെ കുതിരപ്പുറത്തൊന്നുമല്ല, കുട്ടിക്കൊണ്ടാണോ മരിച്ചത്? എട ഭയങ്കര. നിനക്കിതൊക്കെ അറിയാം. ഇതൊക്കെ എടുക്കാൻ ഏതാ ഷോ? നമ്മുടെ KT നഗറിലെ മിലിറ്ററി അശോകൻ. എടാ ഇത് ആ ശോകനല്ല. ഓ സിനിമ നട അശോകനാ. ഓ ദൈവമേ, വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കണല്ലോ പൊട്ടൻ. സാറേ, സാർ ഈ വർഷത്തെ ഹിസ്റ്ററി ടെക്സ്റ്റിംഗ് എടുത്തേ, അതിൽ കാണും. ഏത് ടെക്സ്റ്റ്? ഇക്കൊല്ലം ടെക്സ്റ്റ് ബുക്ക് ഇല്ല.
ഓ അത് ഞാൻ മറന്നുപോയി. എന്റെ റബ്ബേ. 1 2 3 കണക്കെടുക്കണ്ടായിരുന്നു പണ്ടാരം. ഞാനിപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലല്ലോ അല്ലേ അശോകൻ എങ്ങനെയാണ് മരിച്ചതെന്ന്? അശോകൻ മരിച്ചിട്ടില്ല. ദാണ്ട കിടക്കണം. ഇവിടെ തന്റെ വാക്യത്തിൽ തന്നെ പഴമായിരുന്നു. ഞങ്ങൾ ഇവിടെ കിടന്ന് ഡിസ്കസ് ചെയ്യുന്നൊന്നും കേട്ടില്ലേ? അത് പിന്നെ ഞാൻ കണക്ക് കൂട്ടുകയായിരുന്നു. ഞഞ്ഞായി കണക്ക് കൂറ്റുമായി. ഓഹ്, നേരം കുറെ അശോകനപ്പ് കൊണ്ട് താൻ എന്തെങ്കിലും ഇട്ട് പണ്ടാരം എടുക്കും. എന്നാ പിന്നെ 12 മാർക്ക് കൊടുക്കാം. അത് 8 മാർക്കിന്റെ ചോദ്യമാണ്. എന്നാ പിന്നെ 4 കൊടുക്കാം, അത് മതി. ആ, അത് മതി. അശോകന് ക്ഷീണമാവാം, ആവശ്യത്തോടെ കളിച്ചാൽ മതി. ഈ പൊട്ടന്മാരെന്ത് മണ്ടത്തരാണ് ഈ പറയണത്? സാറേ, ഏ ഇതേ സാബുവിന്റെ പേപ്പർ. ആ അവനങ്ങ് തോപ്പിച്ചേക്ക് സാറേ. അല്ലെങ്കിൽ കാണിച്ചേ ഇങ്ങോട്ട് വാ, ഞാൻ തോപ്പിക്കാം. ഓ. അവനെ എനിക്ക് തന്നെ തോപ്പിക്കണം. അല്ല, എന്താ സാറേ കാര്യം? അതൊക്കെ ഉണ്ട്, പറയാം. സാറേ, ഏ ആ സാബുനോട് കളിക്കുന്ന സൂക്ഷിച്ച് വേണം കേട്ടാ. അവ ആളിത്തിരി പെശകാണ്. അതിന് ഞാനാണ് അവനെ തോപ്പിച്ചതെന്ന് അറിയുന്നില്ലല്ലോ. ഓ അങ്ങനെ. ബുദ്ധി വേണം, ബുദ്ധി. എങ്കിൽ കുഴപ്പമില്ല. എന്നാ പൊക്കട്ടെ സാറേ. ചുക്ര അങ്ങനെ ഞാൻ ശരിയാക്കി തരാം. അളിയാ, നീ ജയിച്ചല്ലേ? ഞാൻ തോറ്റളിയാ. നീ മാത്രമല്ല അളിയ, അവിടെ പരീക്ഷ എഴുതാത്തവന്മാരെ വരെ ജയിച്ച് ഏമോ ഒഴിച്ച്. ആ ഡേയ്, എന്തായി റിസൾട്ട്? ചൊറിയണ്ടാവള അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? തോറ്റല്ലേ? സാധാരണ എല്ലാരും തോറ്റെന്നേക്കും വിഷമാണ് പറഞ്ഞെങ്കിലും നിന്റെയൊക്കെ കാര്യമായിട്ടുണ്ട് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അയ്യോ, ഞാൻ തോറ്റം നിന്റെ അടുത്ത് ആരാ പറഞ്ഞു? പറടാ. നീ എന്തിനാണ് എന്റെ ഒങ്ങയ്ക്ക് പിടിക്കുന്നത്? നീ ആ ചുക്രന്റെ ഒങ്ങയ്ക്ക് പിടി. അയാളാണ് നിന്നെ തോപ്പിച്ചത്. വെറുതെ കേട്ടാ. എടാ ഉള്ളത് വാളെ ഹനുമാനാണ് സത്യം. ഞാൻ എന്റെ 2 ചെവിയും കൊണ്ട് കേട്ടാണ് ഇവനെ തോപ്പിക്കണമെന്ന് അങ്ങേര് പറയണത്. ഓ തന്നെ. എന്നാ പിന്നെ ഞാൻ ഈ ഹെൽമെറ്റ് എടുത്തോട്ടെ. ആ പോട്ടെ. ഓക്കെ, ശരി. ശരിയാക്കി തരാടാ ചുക്ര. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഡേ നേരെ ആയിരിക്കൂ. ആയിരിക്കും. എന്തിന്? ആ രമണി ടീച്ചറായിട്ടുള്ള അയാളുടെ സെറ്റപ്പ് കണ്ടുപിടിച്ച എന്റെ കലിപ്പാണ് അയാൾ. കള്ളപ്പന്നി. അവന് കാണിക്കാം, നമ്മൾ കണ്ടുപിടിക്കാൻ പാടില്ല. അടിച്ചവന്റെ തലമണ്ട പൊട്ടിക്കണം. അപ്പൊ എന്നെ ജയിപ്പിച്ചതും അവനായിരിക്കും. നമുക്ക് അവനെ ഒന്ന് കാണണ്ടേ? വേണം. ആദ്യം പേപ്പർ വേണം, എന്നിട്ട് അവനെ നമുക്ക് ശരിക്കൊന്ന് കാണാം. ദിവസം തുടങ്ങുന്നത് വെള്ളത്തിൽ. നമ്മളെപ്പോലെ അല്ലല്ലോ. രാവിലെ 6:30 ഉണർന്നാടുന്നു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം ശ്വസന വ്യായാമങ്ങൾ ചെയ്യും. പിന്നെ വീണ്ടും വെള്ളം കുടിച്ചിട്ട് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് താനാണ് എന്നെ തോപ്പിച്ചത്. അല്ല, ഇതാര്? സാബു. സാബു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? വായിരിക്കും. ഇരുത്തണ്ട. ഇയാളാണോ ചെയ്തത്? ആര് പറഞ്ഞു നിങ്ങളോട് ഈ പച്ച കള്ളം? ദൈവൻ പറയടാ. ഞാൻ പറയും. ഇവനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നാക്കെടുത്താ കള്ളവേ പറയും. ഇവന്റെ വാക്കായിട്ട് നിങ്ങൾ എന്നെ സംശയിച്ച് വളരെ മോശമായിപ്പോയി. എടോ, നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇതിനോട് ദേഷ്യവും തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇങ്ങനെ തീർക്കൂ? അതിന് മാത്രം ചീപ്പല്ല കുഞ്ഞുങ്ങളെ ഞാൻ. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനല്ലേ. സാർ, വി ആർ സോറി സാർ. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. നീ വിഷമിക്കണ്ട. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അന്വേഷിക്കാം. ഞാനുണ്ടാ നിന്റെ കൂടെ. ഇപ്പൊ പൊയ്ക്കോളൂ കേട്ടോ. പൊയ്ക്കോളൂ കേട്ടോ. പോണില്ല. ആ സാറേ, അവന് തോപ്പിച്ചതിന് ട്രീറ്റ് ഒക്കെ നടത്താന്ന് പറഞ്ഞിട്ട് ചുമ്മാ പറ്റിച്ചതാണല്ലേ? പാവ ചെറുക്ക എഴുതിയതിനൊക്കെ മുട്ട ഇട്ട് കൊടുത്തിട്ട്. എന്തുവാടാ അവന്റെ പേര്? ജംബുവാ ശംഭുവാ എന്തുവാടേ? സാബു. ആ സാബു. ആരുടെ ഇവന്മാർക്ക്? ഇവനാണ് സാബു. തൊലച്ച് ക്ലാസ് ഉണ്ട്, പോയിട്ട് 10:40 അവന്റെ ക്ലാസ്. എല്ലാം തൊലച്ചിട്ട് താറാവിനെ പോലെ നടന്നു പോണണ്ടല്ലേ തെണ്ടി. വെറുതെ പറഞ്ഞാണ്, വിശ്വസിക്കണ്ട. അപ്പൊ ഉറപ്പിച്ചോളെ, നിന്നെ ജയിപ്പിച്ചത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അയ്യോ അല്ല, എങ്കിലും ഇവനെ ഞാൻ അടിക്കും. നിനക്കൊക്കെ എന്താ പ്രാന്താ? എടാ, നിന്നെ ജയിപ്പിച്ച ഞാനൊന്നുമല്ല, അതോ അയാളാണ്. ഓഹോ, നീ ഇങ്ങോട്ട് മാറാ. കൊല്ലണ്ട കേട്ടോ, ഉപദ്രവിച്ചാ മതി. സാറേ, സാറേ അങ്ങോട്ട് എണീക്ക് സാറേ. പിള്ളേരെ വിളിക്കാനായിട്ടില്ലേ? ഇപ്പോഴും കൂടെ കണ്ണു തുറന്നേ ഉള്ളൂ. ഇത് ചുമ്മാ നമ്പർ. സാറേ എണീക്ക്, സാറേ എണീക്കുവേ. ആണോ സാറേ? എന്ത്? സാറാണോ എന്നെ ജയിപ്പിച്ചതെന്ന്? അതെ, എല്ലാത്തിനും ഉത്തരം എഴുതിയ പിന്നെ ജയിക്കില്ലേ അല്ലേ? പിന്നെ ഓ, സുരുക്കെടുക്ക മുക്കാമഴം പോട്ടെ മാറിക്കോ. ഇതിന്റെ അടിയിൽ എന്തിനാണ് സാറേ പച്ചമഷിയും 10 മാർക്ക്? ഫേമസ് ചാക്കോ, എന്താണ് സാർ? സംഭവിക്കാൻ പാടില്ലാത്താണ് സംഭവിച്ചത്. സംഭവിക്കാൻ ഒരു പാടില്ലാത്താണ് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കിക്കൂടെ? എനിക്കറിയാതെ പലതും നീ എഴുതിയപ്പോ മാർക്കിട്ട ദുർബല നിമിഷത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ ഉണർന്നാനെ മാധവൻകുട്ടി. അല്ല ഫേമസ് ചാക്കോ. അളയാ, ഇങ്ങനെ കട്ട കിണ്ടി. മറ്റേ ചുരുട്ടിന്റെ ആളാന്ന് തോന്നുന്നു.
നീ കളഞ്ഞിട്ട് വാ. സാബു നീ വാ. തോക്കാൻ വേണ്ടി എഴുതിയാണ് സാറേ. ഓഹോ എന്റെ സ്വപ്നങ്ങൾക്കാണ് സാർ ഒരു പേന കൊണ്ട് കടിഞ്ഞാനിട്ട്. ജയിക്കണതിന് സങ്കടപ്പെടണമെന്നല്ല ഞാൻ ആദ്യമായിട്ട് പറഞ്ഞേ. അയ്യോ കഷ്ടം. പോവാണ് സാറേ ഞാൻ. ബിനു സാറുള്ള സ്കൂളിൽ ഇനി ചാക്കോ പഠിക്കില്ല. അല്ലേലും +2 ജയിച്ചാ പിന്നെ സ്കൂളിൽ പഠിക്കാൻ പറ്റൂടാ, അങ്ങ് കോളേജിൽ പോണം. മണ്ട തന്നെ. അയ്യോ പുഷ്പ എടാ പുഷ്പ പുഷ്പ ഡേയ് എനിക്കാ? അയ്യോ കണ്ണുറക്കടാ ഡേയ് പുഷ്പ ചത്ത? പുഷ്പ അറിഞ്ഞൂടാ അയ്യോ. പുഷ്പ ഡാ, അയ്യോ ആ അമ്മേ. ജീവന്റെ തുടിപ്പ്. അത് ജീവന്റെ അല്ല. അയ്യേ ഛേ സദാമാനമായി. വാടാ. അയ്യോ ഭാഗ്യം ബോധം വന്ന് ഞാൻ വിചാരിച്ച് പണ്ടാരം ചത്തു വയ്ക്കണം.